ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNB അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് LSS USS എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് കറണ്ട് അഫെയേഴ്സുമായിട്ടാണ്. എക്സാം ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. കറണ്ട് അഫെയേഴ്സ് എല്ലാം നന്നായി നോക്കി പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഒട്ടക വർഷമായി UN ആചരിക്കുന്ന വർഷം? ആൻസർ 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച കേരള ഗവൺമെൻറ് പദ്ധതി? ആൻസർ അക്ഷയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ പൊട്ടിത്തെറിച്ച മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. നെക്സ്റ്റ്, 4 വീലർ ലൈസൻസ് ലഭിക്കുന്ന ഇരു കൈകളും ഇല്ലാത്ത ഏഷ്യയിലെ ആദ്യ വനിത? ആൻസർ ജിലുമോൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി കേരള ഗവൺമെൻറ് ആരംഭിക്കുന്ന ആപ്ലിക്കേഷൻ? ആൻസർ കെ സ്മാർട്ട്. നെക്സ്റ്റ്, സെപ്പൊറീഷ്യ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ആൻസർ ഉക്രൈൻ. കേരളത്തിൽ നിന്നും HIV പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിൻ? ആൻസർ 1-0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 2023 ജിമ്മി ജോർജ് പുരസ്കാര ജേതാവ്? ഉത്തരം M ശ്രീശങ്കർ. ജനകീയ പങ്കാളിത്തത്തോടെ ഭൂമിയെ കാർബൺ വിമുക്തമാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി COP28 ഉച്ചകോടിയിൽ വെച്ച് പ്രഖ്യാപിച്ച പദ്ധതി? ആൻസർ ഗ്രീൻ ക്രെഡിറ്റ്. നെക്സ്റ്റ്, 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ സുഭാഷ് ചന്ദ്രൻ. 2023 ആമസോൺ കാട്ടിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഓപ്പറേഷൻ്റെ പേര്? ഓപ്പറേഷൻ ഹോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാണി രാംപാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ വനിതാ ഹോക്കി ക്യാപ്റ്റനാണ് റാണി രാംപാൽ. കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതിയുടെ പേര്? മിഷൻ ഇന്ദ്രധനുഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയ നിയമസഭാ മണ്ഡലം? ആൻസർ പുതുപ്പള്ളി. ഇന്ത്യയിൽ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകളെ നവീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി? അമൃത് ഭാരത് സ്റ്റേഷൻ. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായുള്ള ആരോഗ്യ പദ്ധതി ഏത്? ആൻസർ ആയുഷ്മാൻ ഭാരത്. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെൻറ്റ് നടന്നത് എവിടെ? ആൻസർ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനുള്ള ISROയുടെ പദ്ധതി ഏത്? ആൻസർ ഗഗൻയാൻ. സംസ്ഥാന സർക്കാരും
കേരള IT മിഷനും ചേർന്നുള്ള സൗജന്യ ഹോട്ട്സ്പോട്ട് പദ്ധതിയുടെ പേര്? ആൻസർ K5 പദ്ധതി. 2023 സെപ്റ്റംബർ 19 ലോക്സഭയിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ പ്രകാരം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സംവരണം എത്ര ശതമാനമാണ്? ആൻസർ 33%. 2023 സെപ്റ്റംബർ 28 അന്തരിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? MS സ്വാമിനാഥൻ. പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടുന്ന പേര്? ആൻസർ സംവിധാൻ സദൻ. ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു ആത്മകഥയ്ക്കാണ് ഇത്തവണ വയലാർ അവാർഡ് ലഭിച്ചത്. ആ ആത്മകഥയുടെ പേരെന്ത്? ആൻസർ ജീവിതം ഒരു പെൻഡുലം. 2023 രജത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ തുറമുഖം ഏത്? മുന്ദ്ര തുറമുഖം, ഗുജറാത്ത്. 37ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഗോവ. ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖം ഏത്? കോഴിക്കോട്. ഇന്ത്യൻ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക പുഷ്പവും പക്ഷിയും ഔദ്യോഗിക ജീവിയെയും പ്രഖ്യാപിച്ച ജില്ല ഏത്? ആൻസർ കാസർഗോഡ്. 2023 ഏകദിന ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം? ഓസ്ട്രേലിയ. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേര്? ആൻസർ മാതൃയാനം. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിൻ? തിരികെ സ്കൂളിൽ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ കറണ്ട് അഫെയർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അത്രയധികം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും പഠിച്ചു പോകണം. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്